ഇന്ന് രാവിലെ ഉണരാൻ വൈകി പോയി സാർ. താമസിച്ചു. എന്തോ നാടോ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കാറുണ്ടോ സാറേ? ഇന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാ കൊഴുക്കട്ട. ഞാൻ ഇന്നലെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ കുറച്ച് കൊഴുക്കട്ട കഴിക്കണമെന്ന്. നീ എന്താടാ അവിടെ ഇരിക്കുന്നേ? നീ വാടാ. എടാ നീ കേറി വരാ. വിളിച്ചല്ലടാ. എവിടെടാ എന്റെ കളി? നാളെയോ? എന്താ സാർ? അല്ല, ഒരാഴ്ചയായി അവൻ എന്റെ കയ്യിൽ കാശും വാങ്ങിച്ചുകൊണ്ട് എന്നെ പറ്റിക്കുന്നു. ഡേ പാത്താ, കള്ളൂടി വരുന്നു. കൊച്ചാട്ടിനെ കള്ളൂടിയെന്ന് വിളിച്ചത്. അതൊക്കെ നമുക്ക് ശരിയാക്കാടാ പാത്താ. പിന്നെ എന്തൊക്കെയുണ്ട് അമിന ബിബി വിശേഷങ്ങള്? നമുക്ക് എന്തോ വിശേഷം? നീ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊന്നും പറയേ. ഞാൻ എന്തോ പറയാനാ? എന്തോ വിളിച്ചേ? എന്തുവാടി ഞാൻ വന്നപ്പോ എന്തോ നീ വിളിച്ചേ? എന്താ രാവിലെ രണ്ടാളും കൂടി? അസ്സലാമലൈക്കും ഉമ്മ. ഉമ്മ, ബോംബെയിലെ ആ ബഷീറിന്റെ അഡ്രസ് ഒന്ന് ഞാനേ, നമുക്ക് എന്തെങ്കിലും നീ ഏർപ്പാടാക്കണം. ഇവിടെ ഉടനെ കെട്ടി ചേച്ചാ പറ്റത്തുള്ളൂ. ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങോട്ട് വാടി. അവള് വായാടുത്തം പറയുകയാണെങ്കിൽ ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് കൂടുതലാ. എന്തിനെങ്ങനെ വല്ലവരായിട്ട് വഴക്കിടുന്നത്? ഉമ്മ, ഞാൻ കാര്യമില്ല വഴക്കൂടൊന്നും ഉമ്മ വരുന്നുണ്ടോ? ഇന്നാലെ കരുവലി പാടത്തില്ലേ, 15 വരെ കളവറിക്കാൻ കൂടുതൽ ഇറക്കി ഞാൻ കരി ഉടക്കി. ചില ചോദിക്കാനും പറയാൻ ആരിലും നേരിച്ച് എന്തും ആവാന്നു. അതെല്ലാം പോട്ടെ, നിനക്കിപ്പോ ഇത്തിരി കാപ്പി വേണോ? വേണ്ട, ഞാനൊന്ന് മുറുക്കാൻ പോവാ. അതും കുറച്ച് കൂടുതലാ. ഉമ്മ രാവിലെ കയറി ഉടക്കാനുള്ള പരിപാടിയാ. പട പാട്ടാ നമുക്ക് പോവാം. അനിയും കുട്ടൻ പോവാണോ? അനിയൻ കുട്ടണം കാക്കാന്നുള്ളടി കാക്കാന്നുള്ളടി. എന്തോ തെക്കേ ചെറിയ നമ്മുടെ തങ്കപ്പൻപിള്ളയുടെ മക്കളും കുറെ കൂരി പിള്ളേരും കൂടെ ചേർന്ന് ഇന്നലെ കരിക്കടത്തുന്നു കേട്ടല്ലോടാ. ഓ, അത് ചുമ്മാ പറയുവാ. കൂട്ടത്തിൽ നീ ഉണ്ടെന്നാണല്ലോടാ പാത്താ ഞാൻ അറിഞ്ഞേ. ഇതാ കൊച്ചാട്ടിന്റെ സ്വഭാവം. ആരേലും എന്തേലും പറഞ്ഞ ഉടനെ അങ്ങ് വിശ്വസിക്കും. കൊച്ചാട്ടന് എന്റെ അടുത്തല്ലേ വലിയ ആളാന്ന്. ചട്ടിയിലോട് ചെന്ന് നോക്കിയേ. അവിടെങ്ങാനും കണ്ടാലേ കൊച്ചാട്ടന്റെ മുട്ട തല്ലി ഓടിക്കുന്ന തങ്കപ്പൻ പറഞ്ഞേക്കുന്നേ. എന്നിട്ട് എനിക്ക് അയാളെ യാതൊരു പേടിയില്ല. ചെല്ലപ്പം നോക്കിയോ, ഞാൻ അയാളെ ഒരു ദിവസം സ്റ്റാൻഡ് പിടിക്കുന്നുണ്ട്. സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടുണ്ട്, പിടിച്ചോ. എന്തായാലപ്പാ ഇവിടെ ആരാണ്ട് എന്റെ മുട്ട തല്ലി ഓടിക്കുമെന്നോ എന്നെ വിഴുങ്ങുമെന്നോ? അനിയൻ കുട്ടന് ചായ കുടിക്കണോ? ചായ കുടിക്കാൻ സാവകാശം ഉണ്ടല്ലോ. ആദ്യം ആർക്കാണ് ഇത്ര മൂപ്പിക്കണം അറിയട്ടെ, എന്നാ പിന്നെ സമാധാനമായിട്ട് ചായ കുടിക്കാലോ. ആര് പറഞ്ഞു? ഏത്? അല്ല, ഇതേ അനിയൻ കുട്ടനോട് ആര് പറഞ്ഞു? അതിപ്പോ നിങ്ങളാരും പറയത്തില്ലല്ലോ. ഏതോ തന്തയ്ക്ക് പറക്കാത്തൊരു ചെറ്റ. എന്താ ഇവിടെ? ഞാൻ ചുമ്മാ ചെല്ലപ്പനെ ഒന്ന് കാണാൻ ഒരു ചായ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചോളൂ. എന്നാ ഞാനൊരു ചായ കുടിക്കട്ടെ. ഇനി എല്ലാരും ശബ്ദമുണ്ടാക്കാതെ പോയിക്കൊള്ളിൻ. പിന്നെ നാളെ എല്ലാം എഴുതിക്കൊണ്ടുവരണം കേട്ടോ. പത്രം. പത്രം വന്നോ? സാറേ, നമ്മുടെ പിള്ളേരുടെ എണ്ണമൊക്കെ അങ്ങ് കൂടി വരികയാണല്ലോ. ഇനി പതുക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? കാശ് ചോദിക്കാത്തതുകൊണ്ട് ആടോ തള്ളേന്തേയും പിള്ളേരെ പറഞ്ഞു വിടുന്നത്. എനിക്കിനി എന്തുവാ, മരിക്കുന്നവരെ 4 അക്ഷരം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തേച്ചും മരിക്കണം. വല്ലതും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവൻ അങ്ങ് പോയാൽ അത്രയും ഭാഗ്യം. കൊള്ളാം. സാറൊരു വാക്ക് പറഞ്ഞാ പോരെ, തമ്പി അദ്ദേഹം വീട് വിട്ട് തരുമല്ലോ. ഇത്രയും ചെയ്യുന്നത് തന്നെ വലിയ കാര്യം. അത്യാഗ്രഹം പാടില്ലല്ലോ. എടോ, താനിനി ജോലിക്ക് പോകുന്നില്ലേ? വയസ്സുകാലത്ത് പെൻഷനെങ്കിലും. വയസ്സുകാലത്ത് കിട്ടാൻ പോകുന്ന പെൻഷനെ ഓർത്ത് ഞാൻ ഈ പ്രായത്തിലങ്ങ് ഒതുങ്ങണോ സാറേ? പാടത്ത് പണിയെടുത്താലും ജീവിക്കാമല്ലോ, അതിനുള്ള വക എനിക്കുണ്ട്. ഈ സർക്കാർ ഓഫീസിൽ പോയി മടച്ചിട്ട് ഏതോന്മാരുടെയൊക്കെ പോസ് കാണണമെന്നറിയാം. അതും ശരിയാ. ഇത് എന്നെ ഏർപ്പാടാ ചേട്ടാ. ഞാൻ എത്ര നേരം എന്തോ ചെറിയ കുത്തിയിരിക്കുന്നേ. എവിടെയാണ് എന്റെ തക്കാളി? അവിടെ നിൽക്കാൻ. അനിയൻ കുട്ടാ, എടാ ഇങ്ങ് വരാൻ. എടാ, നിന്നെയും കൊണ്ട് അവിടെ ചെല്ലാവുന്ന അമ്മാവൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ.
അമ്മാവ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നേ. അത് നിനക്ക് ഇപ്പൊ തോന്നും. എന്റെ ഗതി നിനക്ക് വരരുതല്ലോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. എടാ അവര് നല്ല തറവാട്ടുകാരാ. വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നീ ഒന്ന് നല്ല കിളി പോലത്തെ പെണ്ണാ. എന്നാ പിന്നെ അമ്മ അങ്ങോട്ട്. അയ്യോ മക്കളെ, ഒരുപടി പ്രായ വ്യത്യാസം. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. എടാ നീ ഒന്ന് അവിടെ വരെ ചെന്നിട്ടിങ്ങി പോരെ. എന്റെ അഭിമാന പ്രശ്ന മോനെ. ദാ, ആ ഇത്തവണ ഞാൻ അവനെ നീ നോക്കിക്കോ. കൊണ്ടുകൊടുക്കും മോളെ. ചെല്ലി. അത് കാര്യ അമ്മ ഒന്ന് മുറിക്കാൻ കൊടുക്കും. ഒന്ന് വെറുതെ ചേർക്കാം. പലരുടെ വീട്ടിൽ ഒന്ന് മുറുക്കാൻ വേണം, പെടുക്കാൻ പോകാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? അല്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. ഇതാ എന്റെ മോള്. അനിയൻ കൂട്ടിന് വല്ലതും സംസാരിക്കാനുണ്ടോ? ഏയ്, അവൻ എന്ത് സംസാരിക്കാൻ? ഞാൻ പറയുന്നത് വേദവാക്യ. അല്ല, എനിക്കിതിരി സംസാരിക്കാനുണ്ട്. എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. ഓ, അവനെന്തോ സംസാരിക്കാനുണ്ടെന്ന്. പഴയ കാലമൊന്നും അല്ല ശങ്കരൻകുട്ടിയെ, നമ്മൾ അവരെ മനസ്സിലാക്കണം. നമുക്ക് ചാവടിയിലോട്ട് ഇരിക്കാം. പിന്നെ മുറുക്കുവോ? ഇച്ചിരി മുറുക്കാൻ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഏതു തരം ആളിനെയാണോ ഇഷ്ടം? അല്ല, ഏതുതരം ഭർത്താവിനാണ് ഇഷ്ടമെന്ന്? അങ്ങനെയൊന്നും ഇല്ല. എന്നാലും സങ്കല്പങ്ങളിലെ ഭർത്താവിനെ കുറിച്ച് ഈ പ്രായത്തിലുള്ള പെൺപിള്ളേർ ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതുമല്ലോ. ഞാൻ അങ്ങനെയൊന്നും എഴുതാറില്ല. അല്ല, എഴുതിയെന്നല്ല, എന്നാലും വരാൻ പോകുന്ന ഭർത്താവിനെ പറ്റി ഒരു ധാരണ. ഞാനത് വ്യക്തമാക്കാം. ആദ്യ രാത്രിയിൽ കള്ളുകുടിച്ച് കയറി വരുന്ന ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെടൂ? ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണം കഴിക്കുന്ന പുരുഷനുമൊത്ത് സിനിമയ്ക്ക് പോവുക, അമ്പലത്തിൽ പോവുക, ഹണിമൂണെന്നും പറഞ്ഞ് കുറെ സ്ഥലങ്ങളിലൊക്കെ വാനോക്കി നടക്കുക, പൂക്കളുടെയും ചെടികളുടെയും ഇടയ്ക്കൊക്കെ മാറി മാറി നിന്ന് ഇരുന്നും കിടന്നു കുറെ ഫോട്ടോ എടുക്കുക, പിന്നെ ആൽബമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അതേ നോക്കിയിരുന്ന് കുറെ മനപ്പായസം കുടിക്കുക, ഇങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടോ? എന്തോ ഇതിനെ മാത്രം കിന്നാരം പറയാൻ? അല്ല, എന്റെ മരുമാന്റെ വിസ്താരത്തിന്റെ പോക്ക് കണ്ടിട്ടേ അവൻ ഇന്ന് തന്നെ പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള മട്ടാണെന്ന് തോന്നുന്നു.